ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. കൊതുകുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയല്ല, മറിച്ച് അവ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിനം. പെൺകൊതുകുകൾ മലേറിയ പരത്തുന്നുവെന്ന് 1897 ഓഗസ്റ്റ് 20 സർ റൊണാൾഡ് റോസ് കണ്ടുപിടിക്കുകയുണ്ടായി. ഇതിന്റെ സ്മരണയ്ക്കായാണ് ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി നാം ആചരിച്ചു വരുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പകർച്ചവ്യാധിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും കൊതുക് പരത്തുന്ന രോഗങ്ങളുമുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. അവ പരത്തുന്ന രോഗങ്ങളാണെങ്കിൽ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയൊക്കെ ഈഡിസ് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളാണ്. അപ്പം അതിനെ മാക്സിമം തടഞ്ഞു നിർത്താൻ നമുക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അതിന്റെ ഉറവിടം നശിപ്പിക്കുക എന്നത്. ഇതിന്റെ ഉറവിടം നശിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പരിസരങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുക. ഇത് പ്രധാനമായിട്ടും മലിനജലത്തിലാണ് ഉണ്ടാവുന്നത്. ഈ കൊതുകുകൾ മുട്ടയിട്ടിട്ട് ഒരു 7-8 ദിവസം കഴിയുമ്പോഴാണ് ഇതിന്റെ കുഞ്ഞുങ്ങളായിട്ട് മാറുന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മൾ അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇത് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുപാടും വീടിന് ചുറ്റുമുള്ള ചെടികളിലും ചട്ടികളിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ കളയുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, വൃത്തിഹീനമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുക. അപ്പം നമുക്കിതിനായിട്ട് ഒരു ഡ്രൈ ഡേ ആചരിക്കാനായിട്ട് പറ്റും. എല്ലാ ആഴ്ചയിലും ഒരു 7ാമത്തെ ദിവസം, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രൈ ഡേ ആചരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഈ കൊതുകുകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും അസുഖങ്ങളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും സാധിക്കും. അപ്പം എല്ലാവരും വീടുകളും ചുറ്റുപാടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കി അത് നമുക്ക് രോഗമുക്തി നേടാനായിട്ട് കഴിയുമെന്നതും തീർച്ചയാണ്. അപ്പം നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് മുന്നേറാം. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പടരാതെ പകർച്ചവ്യാധികളെയൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ നമുക്ക് ചുറ്റും നാം ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്നത് ഒരു സംശയവുമില്ല. അപ്പം എല്ലാവരും ഡ്രൈ ഡേ ആചരിക്കുക. താങ്ക് യു.